Good afternoon, everybody. Bismillah, alhamdulillah, wassalatu wassalamu ala ashrafil rasulillah wa ala alihi washabihi ajma'in amma ba'd. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ കാസ്റ്റ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഏരിയയാണ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ജാതിയും തമ്മിൽ എങ്ങനെയൊക്കെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലോകത്ത് കാസ്റ്റ് അട്രോസിറ്റീസ്, കാസ്റ്റിലൂടെയുള്ള നിഷ്ഠൂരതകളൊക്കെ പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും ബെസ്റ്റ് ഭരണഘടനയായി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് മനസ്സിലാക്കണം. ഇതിനു വേണ്ടി ധാരാളം ആക്ട്സുകളൊക്കെ നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണാൻ പറ്റും. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1976, അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് SC ആൻഡ് ST ആക്ട് 1989. ഇങ്ങനെ ഇതെല്ലാം ഈ കാസ്റ്റ് ബേസ്ഡ് ആയിട്ട് ഉള്ള അട്രോസിറ്റീസിന്, അക്രമങ്ങളെ, നിഷ്ഠൂരതകളെയൊക്കെ കൺട്രോൾ ചെയ്യുവാനും അതിനൊക്കെ പ്രതിരോധിക്കുവാനുമുള്ള ആക്ടുകളാണെങ്കിൽ ധാരാളം ആർട്ടിക്കിൾസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിലും നമുക്ക് കാണാൻ കഴിയും. വി ക്യാൻ സീ ലോട്ട് ഓഫ് many articles in fundamental rights also which protects the atrocities against the caste system or against the caste or by the caste system. ഈ കാസ്റ്റ് സിസ്റ്റത്തിലൂടെ ജനങ്ങളെ അല്ലെങ്കിൽ ഒരു വിഭാഗം ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ അടിച്ചമർത്തുന്നതിനെ അതിനെയൊക്കെ പ്രതിരോധിക്കുന്നതായിട്ട് നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സിലും കുറേ ആർട്ടിക്കിൾസ് കാണാൻ പറ്റും. ഉദാഹരണമായിട്ട് ആർട്ടിക്കിൾ 14, ഈക്വാലിറ്റി ബിഫോർ ദ ലോ. നിയമത്തിന് മുമ്പ് എല്ലാവരും തുല്യരാണ്. അവിടെ ബ്രാഹ്മിൻസ്, ക്ഷത്രിയസ് അങ്ങനെയില്ല, എല്ലാവർക്കും ഒരേ ലോ ആണ്. അത് ജോലിയുടെ കാര്യം, എല്ലാ കാര്യത്തിലും. അപ്പോൾ ഈക്വാലിറ്റി ബിഫോർ ദ ലോ. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 15, ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ പ്രോഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, ജെൻഡർ ആൻഡ് കളർ. വർണ്ണം, അതേപോലെ തന്നെ ജെൻഡർ, കാസ്റ്റ്, അതേപോലെ റേസ്, മതം, ഇവയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്കെതിരെയുള്ള ഡിസ്ക്രിമിനേഷനെ എതിർത്തുകൊണ്ടുള്ള ഈ ആക്റ്റാണ് ആർട്ടിക്കിൾ 15. ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ കാസ്റ്റിനെ തുടർന്നുള്ള അക്രമങ്ങളെ അല്ലെങ്കിൽ അരുതായ്മകളെയൊക്കെ വരുതിയിൽ പെടുത്താനും അവയൊക്കെ നിർത്തലാക്കാനും സഹായിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 16 മറ്റൊന്ന്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ എല്ലാ കാര്യങ്ങളിലും ഈക്വൽ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ള ഈ ആർട്ടിക്കിൾ 16. അതേപോലെ ആർട്ടിക്കിൾ 17, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നൊക്കെ നമ്മൾ പറയും. തീണ്ടിക്കൂടായ്മയെ അബോളിഷ് ചെയ്യുക, അതിനെ അവസാനിപ്പിക്കുന്ന, നിരോധിക്കുന്ന ഈ ആക്റ്റാണ് ആർട്ടിക്കിൾ 17. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 18, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ഓരോരുത്തരെ വേണ്ടാത്ത പേരുകൾ വിളിച്ച് പറയാൻ പാടില്ല. തായ് ജാതിക്കാരെ ടൈറ്റിൽ വിളിച്ചുകൊണ്ട് അവരെ ആക്ഷേപിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ആർട്ടിക്കിൾ 18 അബോളിഷൻ. ഇതെല്ലാം നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സിലുള്ള നമ്മളുടെ കാസ്റ്റിന് എതിരെയുള്ള അല്ലെങ്കിൽ കാസ്റ്റിലൂടെ ജനങ്ങളെ സപ്രസ് ചെയ്യുന്ന ഒരു വിഭാഗത്തെ അടിച്ചൊതുക്കുന്നതിന്, അവർക്കെതിരെയുള്ള നിഷ്ഠൂരതകൾക്കെതിരെയുള്ള ആർട്ടിക്കിൾസാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി നമ്മൾ പറയുന്നത് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. രാഷ്ട്രത്തിൻ്റെ, സ്റ്റേറ്റിൻ്റെ പോളിസികളും തന്നെ അവർ ഡിറക്റ്റീവ് പോളിസീസും തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവയെ ഒക്കെ ഇത്തരത്തിലുള്ള അട്രോസിറ്റീസ് ത്രൂ ദ കാസ്റ്റ് സിസ്റ്റം അതിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ തടയുന്നുണ്ട്, അതിനെ ചെറുതാക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ 38, അതേപോലെ തന്നെ ആർട്ടിക്കിൾ 46. ആർട്ടിക്കിൾ 38 എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ബൈ സെക്യൂറിങ് സോഷ്യൽ ഓർഡർ permitted by justice, social, economic and political, and to minimize inequalities in income, status, facilities, opportunities. അവസരങ്ങൾ, അതേപോലെ തന്നെ ഫെസിലിറ്റീസ്, സ്റ്റാറ്റസ്, ഇൻകം, ഇവയിലുള്ള ഈക്വാലിറ്റികൾ. ഉയർന്ന ജാതി ഭയങ്കര ഇൻകം, മറ്റവർക്ക് തീരെയില്ല. ഇങ്ങനെയുള്ള ഇനീക്വാലിറ്റീസൊക്കെ മിനിമൈസ് ചെയ്യുവാൻ വേണ്ടി രാഷ്ട്രീയപരമായ, സാമ്പത്തികപരമായ
സാമൂഹികപരമായ എല്ലാവർക്കുമുള്ള നീതി നടപ്പാക്കാനുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 38. എന്നാൽ ആർട്ടിക്കിൾ 46 to promote the educational and economic interest of SC and ST and other weaker sections of the society and to save them from the social injustice and exploitation. സാമൂഹികമായ അസമത്വത്തിൽ നിന്നും അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും അനീതിയിൽ നിന്നും അധകൃത വിഭാഗത്തെയും പാവപ്പെട്ട വിഭാഗത്തെയും SC ST അങ്ങനെയുള്ള ടീമിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വേണ്ടി അവർക്ക് അവരുടെ വിദ്യാഭ്യാസപരമായ എക്കണോമിക്കൽ സാമ്പത്തികപരമായ താല്പര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുവാൻ വേണ്ടിയാണ് ഈ ആർട്ടിക്കിൾ 46 ഉള്ളത്. അതിനു പുറമെ നമുക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിലും ധാരാളം ആർട്ടിക്കിൾസ് ഈ വിഷയത്തിലായിട്ട് കാണാൻ കഴിയും. നമ്മൾ കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്. ഫോർ എക്സാമ്പിൾ, ഇൻ ആർട്ടിക്കിൾ 51AE states to promote harmony and the spirit of common brotherhood among all the citizens of India, irrespective of religion, linguistic and regional or sectional diversities, and to renounce means ubekshikya, to renounce practices of deformity of to the dignity of women. സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ വൈവിധ്യമാർന്ന സാമൂഹികപരമായ അല്ലെങ്കിൽ മതപരമായ അല്ലെങ്കിൽ ഭാഷാപരമായ അല്ലെങ്കിൽ പ്രാദേശികപരമായ വൈവിധ്യങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ സിറ്റിസൻസ് ഒക്കെ ഓൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നുള്ള ലെവലിൽ ആ ഒരു ലെവലിലൂടെ അവർക്കിടയിൽ ഹാർമണി, അവർക്കിടയിൽ ഈ ഇന്ത്യൻ സിറ്റിസൻസിൻ്റെ ഇടയിൽ ഐക്യത്തിൻ്റെ സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 51AE പറയുന്നത്. അപ്പോൾ ഇതനുസരിച്ച് സ്വാഭാവികമായിട്ടും നീങ്ങുകയാണെങ്കിൽ ഇവിടെ എന്തുണ്ടാവില്ല, ഈ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഇനീക്വാലിറ്റീസ് ഉണ്ടാവില്ല. പിന്നൊന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ആർട്ടിക്കിൾ 330 ആർട്ടിക്കിൾ 330 റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഇൻ ലോക്സഭ ഫോർ SC and ST. SC STക്ക് വേണ്ടിയുള്ള ലോക്സഭയിലുള്ള റിസർവേഷൻ, ലോക്സഭയിലേക്കുള്ള സീറ്റിൻ്റെ റിസർവേഷനാണ് ആർട്ടിക്കിൾ 330 സ്റ്റേറ്റ് ചെയ്യുന്നതെങ്കിൽ 332 ഓൾസോ എൻഷുവേഴ്സ് റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഇൻ സ്റ്റേറ്റ്സ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫോർ SC and ST. സ്റ്റേറ്റിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക്, അപ്പോൾ നമ്മളുടെ കേരള സ്റ്റേറ്റിലാണെങ്കിൽ ഇവിടുത്തെ നമ്മുടെ നിയമസഭയിലേക്ക് SC STയുടെ പ്രാതിനിധ്യം ഉറപ്പിച്ചുകൊണ്ടുള്ള റിസർവേഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിളാണ് 332. മറ്റൊന്ന് 73rd and 74th. പിന്നീട് നമുക്ക് പറയാനുള്ളത് 2 അമെൻമെൻറ്റ്സിനെ കുറിച്ചാണ്. ഭരണഘടനാ ഭേദഗതികൾ എന്ന് പറയുമല്ലോ. അപ്പോൾ 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് ഓൾസോ എൻഷുർ ദ അഡീക്വേറ്റ് റെപ്രസെൻറ്റേഷൻ ഫോർ SC and ST ഇൻ ലോക്കൽ ബോഡീസ്. പഞ്ചായത്ത് രാജ് ഇങ്ങനെയുള്ള നമ്മുടെ ലോക്കൽ ബോഡീസിൽ ഇവരുടെ SC STകളുടെ റെപ്രസെൻറ്റേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് 73ാമത്തെയും 74ാമത്തെയും ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി നടന്നിട്ടുള്ളത്. പിന്നീട് നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് 1950 ശേഷം സത്യത്തിൽ ഇന്ത്യയുടെ ഭരണീയ പക്ഷത്തിൽ വലിയ അവരുടെ ഈ ജാതികളിൽ അല്ലെങ്കിൽ കുലങ്ങളിൽ അല്ലെങ്കിൽ ഭരണാധിപന്മാരുടെ കാസ്റ്റുകളിലൊക്കെ വലിയ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പൊളിറ്റിക്കൽ പവർ ഹാസ് ബീൻ ഷിഫ്റ്റിംഗ് അവേ ഫ്രം അപ്പർ കാസ്റ്റ് ഹിന്ദുസ് ടു റെസ്റ്റ്. അതുവരെ അപ്പർ കാസ്റ്റിലുള്ള ഉന്നത കുല ജാതീയരായ ഹിന്ദുക്കളായിരുന്നു ഭരണം നേടിയെടുത്തിരുന്നെങ്കിൽ അവർ അല്ലാത്ത മറ്റൊരു വിഭാഗത്തിലേക്ക് 1950-കൾക്ക് ശേഷം ഈ ഭരണത്തിലുള്ള സ്വാധീനം പവറൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ 1970-കളോടെ ധാരാളം ബാക്ക്വേർഡ് കാസ്റ്റുകൾ അവരൊക്കെ ഈ ഭരണത്തിൽ പവറും സാമ്പത്തികമായും രാഷ്ട്രീയപരമായിട്ടൊക്കെ പവർ നേടി അവരെ ഇതിലൊക്കെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് വോട്ട് ബാങ്കായി തീർന്നു. നമുക്ക് അതിനുള്ള വലിയ എക്സാമ്പിൾസായിട്ട് യാദവ കുലങ്ങൾ, ഉത്തർപ്രദേശിലും ബീഹാറിലുമുള്ള യാദവ കുലങ്ങൾ, അതുപോലെ തന്നെ ഹരിയാനയിലെ ജാട്ട് വർഗം, അതേപോലെ പഞ്ചാബിലെയും ഹരിയാനയിലെയും ജാട്ട് വർഗം, മഹാരാഷ്ട്രയിലെ മറാഠികൾ, അതേപോലെ തന്നെ കർണാടകയിലെ ഒക്കാലിംഗാസ്, ഇങ്ങനെ ഇവരിലേക്കൊക്കെ മാറ്റങ്ങൾ വന്ന് നമുക്ക് കാണാൻ കഴിയും. സ്വാഭാവികമായിട്ടും ഈ മാറ്റം
നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അതിൻ്റെ അനുശാസനകൾക്കനുസരിച്ച് നീങ്ങിയത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ആസ് നേരത്തെ ഉള്ള ഇന്ത്യൻ സിസ്റ്റം പോലെ ഉന്നത കുലജാതികൾക്ക് മാത്രമായി ഹയർ പൊസിഷനുകളും ഹയർ ഭരണത്തിൻ്റെയും അവകാശങ്ങൾ മാത്രമായി നിൽക്കുമായിരുന്നു. പിന്നൊന്ന് നമ്മുടെ യൂണിവേഴ്സൽ അഡൽട്സ് ഫ്രാഞ്ചൈസ് സിസ്റ്റം ഇൻ ഇന്ത്യയിൽ പ്രായപൂർത്തിയായ എല്ലാവർക്കും സമ്മതിദാനാവകാശം അവരുടെ ബാധ്യതയാണ്, നിർബന്ധമാണ്, അവർ വോട്ട് ചെയ്യണം അല്ലേ. ഇത് സ്വാഭാവികമായിട്ടും ഒരു സൊസൈറ്റിയുടെ തന്നെ ലീഡറുകളെ മാറ്റിവരിച്ചു. സ്വാഭാവികമായിട്ടും ഏത് വർഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് കാസ്റ്റിൽപ്പെട്ടവരാണെങ്കിലും അവർ ധാരാളം നമ്പേഴ്സ് ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അവരുടെ വോട്ട് ബാങ്കായി തീരുകയും അതിനോടുള്ള വലിയ വലിയ മാറ്റങ്ങളിലേക്ക് അത് വഴി നടത്തുകയും ചെയ്തു. സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ ഇതൊക്കെ ഈ വോട്ടിലൂടെയും ഇതിലൂടെയൊക്കെ മാറ്റങ്ങൾ വന്നു. ഇൻട്രസ്റ്റ് ബട്ട് ഓൾസോ പൊളിറ്റിക്കൽ പവർ അടക്കം മാറ്റങ്ങളിലേക്ക് കാരണമായി. കാസ്റ്റ് ഹാസ് എ ബേസിക് റോൾ ഇൻ ദ ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്. എനിവേ വി ക്യാൻ സേ കാസ്റ്റിന് എന്ത് പറഞ്ഞാലും ഡെസിഷൻ മേക്കിങ്ങിലൊക്കെ വലിയ സ്വാധീനമുണ്ട്. പല കാസ്റ്റുകളും അവർ എന്താണ് രാഷ്ട്രത്തിലേക്ക് അല്ലെങ്കിൽ ഭരണത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുത്തി അവരുടെ പ്രതിച്ഛായ വരുത്തി ഭരണത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എനിവേ നമുക്ക് പറയാൻ പറ്റും നെഗറ്റീവ് റോളും കാസ്റ്റിലുണ്ട്. കാസ്റ്റ് നെഗറ്റീവായിട്ട് അവരുടെ റോള് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മതേതര ഇന്ത്യ അല്ലെങ്കിൽ സെക്യുലർ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ ഡെമോക്രാറ്റിക് ഇന്ത്യയുടെ തകർച്ച അവിടെ തുടങ്ങുകയാണ്. കാസ്റ്റ് ടു ഡിവൈഡ് വോട്ടേഴ്സിന് കാസ്റ്റ് അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്യപ്പെടുമ്പോൾ സത്യത്തിൽ കാസ്റ്റ് സെൻറ്റിമെൻറ്റ്സ് വരിക, അതേപോലെ തന്നെ പൊളിറ്റീഷ്യൻസ് ഇവരെ ചൂഷണം ചെയ്യുക. ഈ പേര് പറഞ്ഞ് നിങ്ങളാളാണെന്ന് പറഞ്ഞിട്ട് ഓരങ്ങ് കൂടെ കൂടിക്കൊണ്ട് അങ്ങനെ പിന്നീട് ഒരു കാസ്റ്റിൻ്റെ അല്ലെങ്കിൽ കാസ്റ്റ് ബേസ്ഡായ റൈറ്റ്സിലേക്കൊക്കെ നയിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊക്കെയാണ് കാസ്റ്റിലൂടെ വരുന്ന നെഗറ്റീവ് റോളുകൾ. അതേപോലെ തന്നെ പൊളിറ്റീഷ്യൻസ് ആൾസോ മാനേജ് ടു ഡൈവേർട്ട് അറ്റൻഷൻ ഓഫ് ഇറ്റ്സ് വോട്ടേഴ്സ്. എന്തെങ്കിലും സമകാലികമായ ഇഷ്യൂസ് വരുമ്പോൾ അതിൽ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഭരണാധിപന്മാരൊന്നും ചെയ്തില്ല. അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിൽ നിന്ന് ആൾക്കാരുടെ ഫോക്കസ് മാറ്റാൻ വേണ്ടി, കോൺസെൻട്രേഷൻ മാറ്റാൻ വേണ്ടി ഇത്തരത്തിലുള്ള കുഞ്ഞി കാസ്റ്റിൻ്റെയും ക്രീഡിൻ്റെയും അതേപോലെ തന്നെ ക്ലാസിൻ്റെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും പൊളിറ്റീഷ്യൻസ്മാർ ഇവരുടെ ശ്രദ്ധ മാറ്റിക്കും. ഇതൊക്കെ ഇതിൻ്റെ നെഗറ്റീവ് റോളുകളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതേപോലെ തന്നെ റിലേഷൻ ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ് ആസ് ബോത്ത് പോസിറ്റീവ് ആസ് വെൽ ആസ് നെഗറ്റീവ് സൈഡ്സ്. നമ്മൾ പറഞ്ഞു പോസിറ്റീവ് നെഗറ്റീവ് നമ്മളിപ്പോൾ പറയുമ്പോൾ തന്നെ അതേപോലെ തന്നെ പോസിറ്റീവ് സൈഡുകളുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും അവരുടെ ആ വർഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ എഡ്യൂക്കേഷണൽ ഗ്രോത്തിന് വേണ്ടി, അവരുടെ എക്കണോമിക്കൽ ഗ്രോത്തിന് വേണ്ടി, അങ്ങനെ അവരുടെ കൾച്ചറൽ ഗ്രോത്തിന് വേണ്ടിയൊക്കെ അവർ പ്രവർത്തിക്കുമ്പോൾ അതോടുകൂടെ നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ വലിയ ഒരു പോപ്പുലേഷൻ ഉയരുകയാണ്. ഇങ്ങനെയുള്ള ഒരു പോസിറ്റീവ് വശവും ഈ സംഗതിക്കുണ്ട്. ദ ഫോളോവിങ് ഇനി നമുക്ക് പറയാനുള്ളത് ഈ ദ ഫോളോവിങ് മെഷേഴ്സ് ക്യാൻ അഡപ്റ്റ് ഫോർ ന്യൂട്രലൈസിങ് ദ റോൾ ഓഫ് കാസ്റ്റ് ഇൻ പൊളിറ്റിക്സ്. പൊളിറ്റിക്സിൽ കാസ്റ്റിൻ്റെ റോളിനെ നെഗറ്റീവ് ആക്കാൻ പാടില്ല, ഒരു ന്യൂട്രൽ അവസ്ഥയിലാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, എലിമിനേറ്റ് കാസ്റ്റ് ബേസ്ഡ് വയലൻസ് ത്രൂ വെൽ ഓർഗനൈസ്ഡ് എഫേർട്സ് ബൈ സ്റ്റേറ്റ്സ് ആൻഡ് സൊസൈറ്റി. സ്റ്റേറ്റും സൊസൈറ്റിയും ഈ ക്ലാസ് ബേസ്ഡ് ആയിട്ടുള്ള ആ ലെവലിലുള്ള കച്ചറകൾ, വയലൻസുകൾ, അതിക്രമങ്ങൾ ഉപേക്ഷിക്കുക, അത് ഇല്ലാതാക്കി തീർക്കുക. ഒരു കാസ്റ്റും മറ്റൊരു കാസ്റ്റും നമ്മൾ അടികൂടുന്നത് അത് ഇല്ലാതാക്കി തീർക്കുക. നമുക്കറിയാം മണിപ്പൂരിലും ഒക്കെ നടന്നു പോയത് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി സ്റ്റേറ്റും സൊസൈറ്റിയും, ഭരണകൂടം മാത്രം പോരാ, സ്റ്റേറ്റ് മാത്രം പോരാ. സ്റ്റേറ്റിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന് ആരാണ്? ഗവൺമെൻറ്റാണ് കൊണ്ടുപോകുന്നത്. അതിനപ്പുറം സൊസൈറ്റി ആവുന്ന നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? ഇത് എലിമിനേറ്റ് ചെയ്യുന്നതിൽ നമ്മൾ ഭാഗവാക്കാവണം. അതേപോലെ തന്നെ അടുത്ത നമ്മൾ മീഡിയക്കാരോടാണ് പറയാനുള്ളത്. മീഡിയ ഷുഡ് പ്ലേ എ ന്യൂട്രൽ റോൾ വൈൽ റിപ്പോർട്ടിംഗ് കാസ്റ്റ് ബേസ്ഡ് ന്യൂസ്. കാസ്റ്റ് ബേസ്ഡ് ന്യൂസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ ഒരു മിതത്വത്തോടു കൂടി ഒരു ന്യൂട്രലായിട്ടാണ് അത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഒരു പാർട്ടിൻ്റെയും പക്ഷം ചേരാതെ, അല്ലെങ്കിൽ ഇന്ന കാസ്റ്റിൻ്റെ ഭാഗം ചേരാതെ, മറ്റേ കാസ്റ്റിനെ മോശമാക്കാൻ പാടില്ല, അതിനെ ഉഷാറാക്കാൻ പാടില്ല. ആ ന്യൂട്രലായിട്ട് അവർ കൈകാര്യം ചെയ്യണം. തേർഡ് വൺ,
the recognition of caste-based political parties should withdraw. ഇത് ഇന്ന് ഇന്ത്യ ചെയ്യുമെന്ന് നമുക്ക് ഒരിക്കലും സ്വപ്നത്തിൽ പോലും ആലോചിക്കാൻ കഴിയുന്നില്ല. കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പാർട്ടികളൊക്കെ വിഡ്രോ ചെയ്യണമെന്നാണ് നമ്മൾ ഓർഡർ പറയുന്നത്. അതുപോലെ ചെയ്യാൻ കഴിയുമോ? കാസ്റ്റ് ബേസ്ഡ് എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ട്? DMK, AMDMK, ഇങ്ങനെ ഇഷ്ടംപോലെ അകാലിദൾ, ഇതൊക്കെ ഈ ബേസ്ഡാണ്. SB, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? എനിവേ നമുക്ക് സ്വപ്നം കാണാൻ പറ്റില്ല. ഇറ്റ് മേ ബി ബെറ്റർ അവർ അങ്ങനെ വേണ്ട, കാസ്റ്റ് ബേസ്ഡ് ആവേണ്ട, അല്ലാത്തവർക്ക് എല്ലാവരും കൂട്ടിപ്പിടിച്ചിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കിക്കോട്ടെ. ഇതൊക്കെ നല്ല വീക്ഷണമെന്ന് നമുക്ക് പറയാം. എങ്കിലും പക്ഷെ ഇത് ഇന്ത്യയിൽ സാധിക്കുമോ എന്ന് നമുക്കറിയില്ല. എനിവേ നമ്മളെ പുസ്തകകാരൻ പറഞ്ഞു തരുന്നത് എന്താണ്? ദ റെക്കഗ്നിഷൻ ഓഫ് കാസ്റ്റ് ബേസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടി ഷുഡ് വിഡ്രോ. ഇവരുടെ അംഗീകാരങ്ങളൊക്കെ, കാസ്റ്റ് ബേസ്ഡ് ആയ പാർട്ടികളുടെ അംഗീകാരങ്ങളൊക്കെ പിൻവലിക്കുക. അടുത്തത്, ദ പൊളിറ്റീഷ്യൻ ഷുഡ് റൈസ് എബോവ് ദ പൊളിറ്റിക്സ് ഓഫ് കാസ്റ്റ് ആൻഡ് ഫോളോ വാല്യൂ ബേസ്ഡ് പൊളിറ്റിക്സ്. രാഷ്ട്രീയക്കാരൊക്കെ ഈ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞ് നടക്കാതെ അതിലപ്പുറം ഉന്നതമായ വാല്യൂ ബേസ്ഡ് പൊളിറ്റിക്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതാണ്. അതായത് ഈ കുഞ്ഞു കുഞ്ഞു കാര്യത്തിൽ നിൽക്കാതെ വാല്യൂ ബേസ്ഡ് പൊളിറ്റിക്സിലേക്ക് തിരിയണം. അടുത്തത്, ദി എഡ്യൂക്കേഷൻ സിസ്റ്റം ഷുഡ് റീസ്ട്രക്ചർ ഓൺ സെക്യുലർ വാല്യൂസ്, മസ്റ്റ് എൻകറേജ് കമ്മ്യൂണിറ്റി ലിവിങ് ബൈ ഓർഗനൈസിങ് കമ്മ്യൂണിറ്റി മീൽസ്. എന്ത് ചെയ്യണം? നമ്മളുടെ ഈ സ്ട്രക്ചർ നമ്മളെന്ത് ചെയ്യണം? സെക്യുലർ വാല്യൂസിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യണം. എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മുടെ സെക്യുലർ സിസ്റ്റത്തെ ഒന്ന്, സെക്യുലർ വാല്യൂസിനെ, നമ്മളെ മതേതരത്വ മൂല്യങ്ങളെ നമ്മളുടെ വിദ്യാഭ്യാസത്തിൽ തന്നെ എന്ത് ചെയ്യണം? ഒന്ന് ഉടച്ചു വാർത്ത് പുതിയ ഒരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഹിന്ദു, മുസ്ലിം അങ്ങനെയുള്ള, അല്ലെങ്കിൽ ജാതി, ഇന്ന ജാതി മറ്റു ജാതി എന്നുള്ള ചിന്തയിൽ നിന്ന് മാറ്റി ഈ ലെവലിലേക്ക് എത്തിക്കണം. ലാസ്റ്റ് നമുക്ക് പറയാനുള്ളത്, നമ്മൾ എന്ത് ചെയ്യണം? ബൈ പ്രൊമോട്ടിങ്, അടുത്ത ഇതിനു വേണ്ടിയുള്ള നമ്മൾ 1, 2, 3, 4, 5 ആറാമത്തെ കാര്യം പറയുന്നത്, ബൈ പ്രൊമോട്ടിങ് ഇന്റർ കാസ്റ്റ് മാരേജ് ആൻഡ് ബൈ പ്രൊവൈഡിങ് സ്പെഷ്യൽ എഫേർട്സ് ഫോർ പീപ്പിൾ ഹൂം ഡു ഇന്റർ കാസ്റ്റ് മാരേജ് ക്യാൻ ബ്രിങ് ചേഞ്ച് ഇൻ ദ നെക്സ്റ്റ് ജനറേഷൻ പീപ്പിൾ. ഇന്റർ കാസ്റ്റ് മാരേജുകളൊക്കെ നടത്തിയിട്ട് അടുത്ത ജനറേഷനിലെങ്കിലും വലിയ വലിയ മാറ്റങ്ങൾ നേടാൻ ശ്രമിക്കുക. ഇതാണ് ഇദ്ദേഹം ഈ നമ്മളെ ഇത്തരത്തിലുള്ള ഈ കാസ്റ്റിൻ്റെ പൊളിറ്റിക്സിലുള്ള അതിദാരുണമായ അവസ്ഥകൾ ഒഴിവാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ന്യൂട്രലൈസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ. ഇനി നമ്മൾ അവസാനം കൺക്ലൂഡ് ചെയ്യുകയാണ് ഈ കാസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ എനിവേ വി ക്യാൻ സേ കാസ്റ്റ് ഈസ് സോ ക്ലോസ്, കാസ്റ്റ് ഹാസ് എ ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ്. കാസ്റ്റിന് പൊളിറ്റിക്സുമായിട്ട് വളരെ അഭേദമായ ബന്ധമുണ്ട്. കാസ്റ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആൻഡ് കോമ്പണൻറ്റ് ഓഫ് ദ സോഷ്യൽ സിസ്റ്റം. അല്ലേ, നമുക്കറിയാം സാമൂഹിക സിസ്റ്റത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ് കാസ്റ്റ്. മാത്രമല്ല ഇന്ത്യൻ പൊളിറ്റിക്സിനെ വലിയ ലെവലിലേക്ക് കാസ്റ്റ് എത്തിക്കുന്നുണ്ട്. എനിവേ ദ സെയിം ടൈം കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ കാസ്റ്റിസം റൈസസ് ബിഗ്ഗസ്റ്റ് ത്രെറ്റ് ഓർ ചാലഞ്ച് ഫോർ ഇന്ത്യൻ ഡെമോക്രസിക്ക്. ഏറ്റവും വലിയ വെല്ലുവിളിയും ചാലഞ്ചുമൊക്കെ ഭീഷണിയുമൊക്കെ ആയി തീരുന്നുണ്ട് ഇന്ത്യൻ ഡെമോക്രസിക്ക്. നമ്മുടെ ഈ കാസ്റ്റ് സിസ്റ്റം. അതുകൊണ്ട് ഇന്ത്യ ഹാസ് അഡപ്റ്റഡ് ദ ലിബറൽ ഡെമോക്രാറ്റിക് സിസ്റ്റം ബേസ്ഡ് ഓൺ ഈക്വാലിറ്റി, ഫ്രീഡം ആൻഡ് ജസ്റ്റിസ്. നീതി, അതുപോലെ സ്വാതന്ത്ര്യം, ഈക്വാലിറ്റി ഇവയിൽ അടിസ്ഥാനമായ ഒരു ലിബറൽ ഡെമോക്രാറ്റിക് സിസ്റ്റത്തെയാണ് ഇന്ത്യ സ്വായത്തമാക്കിയിട്ടുണ്ട്. എങ്കിൽ ഈ കാസ്റ്റ് ലോയാലിറ്റി അല്ലെങ്കിൽ ആ ലെവലിലുള്ള ഫാക്ടേഴ്സ് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പൊളിറ്റിക്കൽ പാർട്ടീസിനെ അത് വളരെ ആ ലെവലിലേക്ക് അതിനെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അത് സ്വാഭാവികമായിട്ടും ഇത്തരം സമയങ്ങളിൽ ഈ പൊളിറ്റീഷ്യൻസ് അവരുടെ എലക്ഷൻ ക്യാമ്പയിനുകളിലൊക്കെ ഈ കാസ്റ്റിനെ നെഗറ്റീവ് ലെവലിൽ ഉപയോഗിച്ചാൽ അത് നമ്മൾ ഭയപ്പെടുന്ന നിലക്ക് ഇന്ത്യൻ ഡെമോക്രസിക്ക് ഏറ്റവും വലിയൊരു ഭീഷണിയും ഒരു ത്രെട്ടുമായി, ചാലഞ്ചുമായി നിലകൊള്ളുക തന്നെ ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ഏരിയ റിലീജിയനാണ്.